ഒറിജിനലാ? അയ്യോ എന്നെ ഞെട്ടിച്ചു നിങ്ങൾ. നോക്കട്ടെ ഗൈസ്, ഇത് ചിരട്ടയാണ് ഉദ്ദേശിച്ചത്. ചിരട്ട തേങ്ങയില്ലേ, അത് ചിരട്ട കൊണ്ട് നിർമ്മിച്ച ബട്ടൺസ് ആണ് ഇത്. അതാണ് തേങ്ങാ ബട്ടൺസ് എന്ന് പറഞ്ഞത്. ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ ഇന്നിപ്പോൾ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ലേസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണ ലേസ് സെൻറ്ററിലുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്കിത് ഇന്ന് നമ്മുടെ കൃഷ്ണ ലേസ് സെൻറ്ററിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഉത്തം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോയാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ശരിക്കും നാട്? എവിടെയാണ്? രാജസ്ഥാൻ. അവിടെ നിന്നാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്? 10 വർഷമായി. ഓക്കെ. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അന്ന് മുതൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം പുറമേ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ലേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണ ലേസ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഉത്തം ബ്രോയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ്? 40 രൂപ. എത്ര 40 രൂപ മുതൽ എത്ര രൂപ വരെയാണോ? 4000. ഓക്കെ ഓക്കെ. എല്ലാം നിങ്ങളിത് എവിടെ നിന്നാണ് കൂടുതലും കൊണ്ടുവരുന്നത്? രാജസ്ഥാനിൽ നിന്നാണ്? സൂറത്ത്. അവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരുവാണ്. അതാണ് നമുക്ക് ഓർഗൻസ ലേസ് ആണ്, സീക്വൻസ് വർക്ക് ആണ്. ഓക്കെ. 10 മീറ്റർ റോൾ വരും, 320 രൂപ. 320. ഇവിടെ നിങ്ങൾക്ക് കൂടുതലും ഹോൾസെയിൽ ആണോ നിങ്ങൾ ചെയ്യുന്നത്? റീറ്റെയിൽ ഉണ്ടോ? റീറ്റെയിൽ ഇല്ല. റോൾ ആയിട്ടാണ് മേടിക്കുന്നത്. ഓക്കെ. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോൾ ആയിട്ട് എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ ഓക്കെ. ആ 130 രൂപ അല്ലേ? ഓ ഓക്കെ ഓക്കെ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലേസ്. 6 രൂപ മീറ്റർ അങ്ങനത്തെ ഉള്ളൂ. 130 മൊത്തം റോളാണ്. 130 രൂപ ഫുൾ റോളിന്. ഓക്കെ ഓക്കെ. കുഞ്ചലോ? സാരി കുഞ്ചലം. ഓക്കെ. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇതിന്റെ കുറേ കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടല്ലോ, 50 കളേഴ്സ് അവൈലബിൾ. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇതിങ്ങനെ തന്നെ എടുക്കണോ അല്ലേ? നമ്മൾ പർച്ചേസ് ചെയ്യണോ അല്ലേ? 1 രൂപ? അയ്യോ കൊള്ളാലേ ഗൈസ്. ദേ ഈ കാണുന്നത് ഉണ്ടല്ലോ, ഇതിന് 1 രൂപ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ചലത്തിന് നമ്മൾ സാരിയിലൊക്കെ വെക്കുന്നതാണ് ഇത്. അതിന്റെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റോൺസ് ലേസ് ആണ്. ഓക്കെ. 9 മീറ്റർ ആയിരിക്കും. 9 മീറ്റേഴ്സ് ആണ് എല്ലാ റോളും. ഇതല്ലേ? ഓക്കെ. ആയി നല്ല രസമുണ്ട്. സ്റ്റോൺസ് വർക്ക്, ബീഡ്സ് വർക്ക് ആണ്. കട്ട് ബീഡ്സ് വർക്ക്. ഓക്കെ ഓക്കെ. ഇത് ഒരു റോളിന് എത്രയാണ് ഇത് വരുന്നത്? ഈ സ്റ്റോൺസ് ഒക്കെ 300 ഒരു റോളിന്. ഓക്കെ. എല്ലാത്തിനും ആ ഒരു റേഞ്ച് ആണ് അല്ലെങ്കിൽ പല പല റേറ്റ് ആണ്? ഓക്കെ ഓക്കെ. പിന്നെ സ്റ്റോൺസ് വർക്ക്, ഗ്ലാസ് വർക്ക് ഉണ്ട്. കൊള്ളാല്ലേ. നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. നമ്മൾ നോർമലി ഉള്ള ലേസ് ആണ് കൂടുതൽ വാങ്ങിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ആണെങ്കിലോ ഈ ടൈപ്പ് ഒക്കെ? 330. ഓക്കെ. 330, 380 ഈ റേഞ്ച് ഉള്ളൂ. 500 പുറത്തില്ല. സ്കാലപ്പ് മോഡലാണ്. ഓക്കെ. ഷോൾ പിടിക്കാൻ കൂടുതലാണ് പോണത് ഈ ഐറ്റം. ഷോളിൽ പിടിപ്പിക്കാനായിട്ടല്ലേ? ഓക്കെ ഓക്കെ. മൾട്ടി കളേഴ്സ്, ആന്റി കളേഴ്സ്, ഓൾ കളർ അവൈലബിൾ ആണ് കയ്യിൽ. ഈ അതിന്റെ മുകളിലുള്ളത് ഇതാണെങ്കിലോ? അതാണ് വേണം 490. അതെന്താണ് അതിൽ വ്യത്യാസം? ഇപ്പൊ ഇതിൽ കൂടുതൽ എന്താണ് ആ ഒരു റേറ്റ് ഡിഫറൻസ്? സ്റ്റോൺസിന്റെ റേറ്റ് ആണ്. അത് കട്ട് ബീഡ്സ് ആണ്. ആ ഒരു റേറ്റ് വരുന്നത് സ്റ്റോൺസ് ആണ്. ഓക്കേ ഓക്കേ. പിന്നെ അത് മിറർ വർക്ക് മാഡം. ഇത് 4-5 കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിന്റെ തന്നെ അല്ലേ? ഓക്കേ ഓക്കേ.
ഇതിന്റെ തന്നെ വേറെ വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. Peach, rose color, silver color, black colors, antique color, gold light. 4-5 കളേഴ്സ് ഉണ്ട് കയ്യിൽ. നമുക്ക് ഈ ഒരു ലേസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ഉണ്ട്, ഓൾ ഐറ്റംസ് ഉണ്ട്. കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. എല്ലാ ഐറ്റംസും ഉണ്ട് കയ്യിൽ. പിന്നെ ഇത് കുറച്ചും കൂടെ തിന്നായിരുന്നു. യെസ്, ഇത് ഒരു എന്താ പറയാ കുറെ കളർ മിക്സ്ഡ് പോലത്തെ മൾട്ടി കളേഴ്സ് ആണ്. വരുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? അത് 250 ആണ്. 250 അല്ലേ? യെസ്, 9 മീറ്റേഴ്സ് ആണ്. പിന്നെ കോർണർ ആയിട്ട് കാണാം. ഇതിന് കോർണർ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. യെസ്, ഇതിന്റെ തന്നെ കുറെ കളർ, ഈ ഒരു കളർ മാത്രമല്ല വേറെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, കണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതെങ്ങനെയാണത്? അത് കുറച്ച് ഹെവി വരും വേണം. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്ര ഹെവി ഇല്ല, ചെറിയ റേറ്റ് ഉള്ളൂ. ഇത് കംപ്ലീറ്റ് സ്റ്റോൺ ആണല്ലേ? യെസ്, കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ്. ഓക്കേ, ഇതിന് ഓൾ കളേഴ്സ് ഉണ്ട്, റെഗുലർ ഷെയ്ഡ് ഓൾ ഉണ്ട് കയ്യിൽ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? അത് ഒരു 650, 550 ഒരു റോൾ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പറഞ്ഞ വെറൈറ്റീസ് ആയിട്ടുള്ള ബീഡ്സ് നമ്മളൊന്നും ആക്ച്വലി ഇത്രയൊന്നും അങ്ങനെ നോക്കാറില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ലൈക്ക് ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നോർമലി പോകുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബേസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡ്രസ്സിൽ യെസ്, ടൈലറിംഗ് ഐറ്റംസ് ആണ്. അത് ഹുക്ക്, മറ്റേ ബ്ലൗസ് ഹുക്ക്, നീഡൽസ്, കൈ സൂചി, മെഷീൻ സൂചി, അങ്ങനത്താണ് നമുക്ക് കയ്യിൽ. മാർക്കറ്റ് ചോക്ക്, അത് മാർക്കറ്റ് ചോക്കാണ് മേഡം. മാർക്കറ്റ് ചോക്ക് വെക്സ് ആണ്. അയൺ ചെയ്തും പോകുന്നത്. എന്നുവെച്ചാൽ പല പല വെറൈറ്റീസ് ഉണ്ട് കയ്യിൽ. ഇതുണ്ട്, മൾട്ടി കളേഴ്സ് ഉണ്ട്. യെസ്, ഇതിന് 5-6 വെറൈറ്റീസ് ഉണ്ട് കയ്യിൽ മാർക്കറ്റ് ചോക്കിന്. പിന്നെയാണ് മുട്ട് സൂചി, ഹെഡ് പിൻ. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഡ്രസ്സിൽ സെറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. സിസേഴ്സ്, അതുപോലെ തന്നെ കട്ടിംഗ് മെഷീൻ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഷോപ്പിൽ തന്നെ. സീസേഴ്സ് വേണമെങ്കിൽ സീസേഴ്സ് ഇഷ്ടംപോലെ സീസേഴ്സ് ഉണ്ട്. 20 വെറൈറ്റി നമുക്ക് കയ്യിൽ സീസേഴ്സ് ഉണ്ട്. 20 വെറൈറ്റീസ്. ഹെവി ക്വാളിറ്റി, ലോ ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി നമുക്ക് കയ്യിൽ സീസേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്യാനല്ലെങ്കിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്താ പറയാ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഡ്രസ്സിൽ ഇലാസ്റ്റിക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ എത്രയാണ്? അതൊക്കെ 100 രൂപ, 120 ഈ റേഞ്ച് ഉള്ളൂ. ഇലാസ്റ്റിക് 25 മീറ്റർ ആണ്. മീറ്ററിന് 2 രൂപ, 3 രൂപ ഈ റേഞ്ചാണ് വരുന്നത്. ബാക്കി നമുക്ക് റീറ്റെയിൽ കടയിൽ മേടിക്കുന്നത് 20 രൂപ, 30 രൂപ, 40 രൂപ അങ്ങനെ മേടിക്കും. ഹോൾസെയിൽ മേടിക്കും നമുക്ക് മൊത്തം ലാഭമാണ്. ലാഭമുണ്ട്. ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കേണ്ടി വരും. പക്ഷെ അത് പിന്നീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ബ്രൈഡൽ ലേസ് ആണ്. അങ്ങനെ സ്റ്റോൺസ് ഒക്കെ അങ്ങനത്തെ വരും. ഓൾ പേൾസ്, സ്റ്റോൺസ്, അങ്ങനത്തെ വർക്ക് വരും. ഷോള് പിടിക്കാൻ വേണ്ടിയാണ്. യെസ്, ഇത് ഓൾ കളേഴ്സ് അവൈലബിൾ ആണ്. അത് പുതിയ സ്റ്റോക്ക് വന്നിട്ട് ഇന്നലെ വന്നിട്ടുള്ള സാധനം. യെസ്, ഓൾ ഇതാണ് പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ ഫാഷൻ ഡിസൈനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. കാരണം ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ലേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് പല ഡിസൈൻസിലാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇന്നലെ ഇവിടെ പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണെങ്കിൽ കാണിച്ചിരിക്കുന്നത്. ബായിക്ക് എന്തായാലും മലയാളം അറിയാമെന്നുണ്ടിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ബായി തന്നെ പറഞ്ഞു. ഓക്കെ, അത് 18 മീറ്റർ കാണും. ഇതല്ലേ? ഓക്കെ, അത് 220, 250. ഇത് ഈ ഒരു റോളിന്. ഓക്കെ, ഇതെല്ലാം ഓർഗൻസയിൽ പെട്ട ലേസ് ആണ്. അതിന്റെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കണ്ടല്ലോ, ഇതെല്ലാം പല വെറൈറ്റിയിൽ പെട്ട ഓക്കെ. വൈറ്റ് മാത്രല്ല, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ക്രീം ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. 100% ഡൈബിൾ ആണ്. ഓക്കെ, കളർ ഏതെങ്കിലും നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. പിന്നാണ് അത് ഡൈബിൾ ലേസ് ആണ്. ഇത് ഡൈബിൾ. ഓക്കെ ഓക്കെ, അത് 180, 250 ഈ റേഞ്ച് ആണ് വരുന്നത്. 150 ഈ റേഞ്ച് ആണ് എല്ലാം വരുന്നത്. ഓക്കെ, ഓൾ ഷെയ്ഡ് ഉണ്ട്, ഓൾ ഡിസൈൻസ് ഉണ്ട്, ഓൾ മോഡൽ ഉണ്ട്.
ഇതെല്ലാം അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഇനിയിപ്പോൾ ഓർഗൻസിൽ തന്നെ കുറച്ചും കൂടെ ഒരു ഗിൽറ്റ് തന്നെ സീക്വൻസ് ഒക്കെ വേണമെന്നുണ്ട്. അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള നോക്കുന്നവർക്ക് എന്തായാലും എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതൊക്കെയാണെങ്കിലോ? അതാണ് മാഡം എംബ്രോയിഡറി ലേസ്. ഓക്കെ. ഈ റേഞ്ച് ആണ് ഓൺലി 150, 180, 280 ഈ റേഞ്ച് ആണ്. 250. ഓക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ ഈ സൽവാർ കുർത്തീസ് ഒക്കെ തയ്ക്കില്ല ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ഇങ്ങനത്തെ ഈ ഒരു വർക്ക് വരുന്ന എംബ്രോയിഡറി വരുന്ന ലേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നെക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ കൈയുടെ അറ്റത്തൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റിയ ലേസാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. എല്ലാത്തിൻ്റെ നമുക്ക് ഒരെണ്ണം മാത്രമല്ല അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ സ്റ്റോൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പുറത്ത് തന്നെ അതിൻ്റെ സ്റ്റോൺസ് ഒക്കെ ഉള്ള വേറെ കുറേ ഇരിക്കുന്നുണ്ട്. ഭായി പറഞ്ഞാ പറയിക്കണ്ട. ഓക്കെ. മറ്റേ ബ്രൈഡൽ ലേസ് ആണ് ഉള്ളത്. അത് ഈ റേഞ്ച് ആണ് 340, 380, 280, 160. ഇത് കുറച്ചും കൂടെ വർക്ക് വരുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ. എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളുടെ ബീറ്റ്സ് അല്ല ഗിൽറ്റ് ടൈപ്പ് പോലത്തെ ടൈപ്പ്. ഇത് മൊത്തം ബ്രൈഡൽ ലേസ് ആണ്. ഓക്കെ. പ്രീമിയം ലേസ്. ലൈക്ക് ഷോളിന് സ്കാലപ്പ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയായിട്ട് കുറച്ച് നല്ല ഉണ്ട്. എത്രയാണ്? 1020 ആണ്. അത് കൊള്ളാട്ടാ. റേറ്റ് കുറച്ച് 3000 രൂപ ലേസ് ഉണ്ട്. പിന്നെ 50 രൂപ 40 രൂപ ലേസ് ഉണ്ട്. ഓക്കെ. കാരണം വർക്ക് ലേസിന്റെ വർക്ക് കൂടുന്നതനുസരിച്ചിട്ട് റേറ്റും കൂടും കേട്ടോ. എന്നാലും പക്ഷേ നല്ല നല്ല സാധനങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അടുത്തത് വായി ഓരോന്നോരോന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് തന്നെ 790. ഇത് കംപ്ലീറ്റ് ബീഡ്സും അതുപോലെ തന്നെ സ്വീക്വൻസും ആണ് ഇതിൽ വന്നേക്കുന്നത്. അതാണ് ഈ ഒരു റേറ്റ് വരുന്നത്. 750 എത്രയാണ്? 790 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ. ഓക്കെ. അതാണ് പ്രീമിയം ലേസ് ആണ്. പ്രീമിയം ലേസ്. പിന്നെ ഇതാണ് മിറർ സ്കാലപ്പ്. ഓക്കെ. ഓക്കെ. മിറർ വരുന്നതാണ് കേട്ടോ ഇത്. മിററും ബീഡ്സും വരുന്നതാണ് ഇത്. കണ്ടല്ലോ. എല്ലാം നല്ല അടിപൊളി. ഒന്നിന് മെച്ചമെന്ന് പറയാം. ഒന്നിനെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ടില്ല. എല്ലാം നല്ല അടിപൊളി സാധനം. നമുക്ക് അടുത്ത സെക്ഷൻ. ഓക്കെ. അതാണ് സ്റ്റോൺസ്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പൊ അത്തരത്തിലുള്ളവർക്കുള്ളതാണ്. ഇങ്ങനെ ഇതൊരു പാക്കറ്റ് ആയിട്ടാണ്. ഇത് എത്രയാണിത്? 1/2 കിലോ ആണ്. 1/2 കിലോ. ഓക്കെ. ഇത് 250 റുപ്പീസ് ആണ് വരുന്നത്. ഹാഫ് kg വരുന്നതാണ് കേട്ടോ. 100 ഗ്രാം നോക്കുമ്പോൾ 25 രൂപ അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. പിന്നെ ഓൾ കളേഴ്സ് ഉണ്ട്. എല്ലാ ടൈപ്പ് സ്റ്റോൺസും ഉണ്ട് കേട്ടോ. കളേഴ്സ് ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള. പിന്നെ 1/2 കിലോ പാക്കറ്റ് ആയിട്ട് കിട്ടുള്ളൂ. 1/2 കിലോ പാക്കറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ. മേടിക്കുമ്പോൾ 1/2 കിലോ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കണം. മിനിമം 1/2 കിലോ മേടിക്കണം. ഓക്കെ. ഇതൊക്കെയാണെങ്കിലോ? ഇതൊക്കെ കുന്തൻ. ഓക്കെ ഗൈസ്, ഇത് കുന്തൻ സ്റ്റോൺസ് ആണ്. ഇത് എങ്ങനെയാണ്? 1/2 കിലോ ആ ഒരു റേഞ്ച് ആണോ? അല്ല, അത് കിലോ പാക്കറ്റ് ആണ്. കിലോ ആണ് ഇത്. ഓക്കെ. ഓക്കെ. കിലോ പാക്കറ്റ് ആണ്. ഇത് കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. ഇത് കിലോയാണ് കേട്ടോ. അതിന് ഓൾ ഷേപ്പ് ഉണ്ട്. എല്ലാ ഷേപ്പും ഉണ്ട്. ഇതിപ്പോ നമ്മൾ കാണിച്ചത് ഏതാണ്? മൂന്നല്ലേ? മൂന്നാണ്. അതിന്റെ തന്നെ സ്റ്റാർസ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. എല്ലാ ഷേപ്പും അവൈലബിൾ ആണ്. ഓക്കെ. അതാണെങ്കിൽ 1 കിലോ പാക്കറ്റ് നമുക്ക് 1/2 കിലോ ആക്കി തരാം. 1/2 കിലോ ആക്കി തരും. ഓക്കെ. ഇത് 1 kg അല്ലേ? ഇത് 1 kg ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹാഫ് kg ആയിട്ട് തരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മളുടെ ഗം കാര്യങ്ങളൊക്കെ ഡ്രസ്സിൽ പിടിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണ്? ഒരു പീസ് ആയിട്ട് വരും. ഓക്കെ. ഓക്കെ ഗൈസ്, ഇത് ഇതിന് ഹോൾസെയിൽ ഇല്ല. ഹോൾസെയിൽ റേറ്റ് ആണ്. ഓക്കെ. ഓക്കെ. ഇതിന്റെ എങ്ങനെയാണ്? നോട്ട് ചെയ്ത് ഇതാണ് എന്റെ അമ്മോ. കണ്ടല്ലോ ഗൈസ്, ഇതിന്റെ വേറെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടല്ലോ, ബ്ലൂ ഉണ്ട്, പിന്നെ ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ കളർ പോലത്തെ. ഒറിജിനൽ ക്രിസ്റ്റൽ ആണ്. ഓക്കെ. ഗ്ലാസ് ക്രിസ്റ്റൽ ആണ്. മൊത്തം ഹാൻഡ് വർക്ക് ആണ്, നോട്ട് എ മെഷീൻ വർക്ക്. ഓക്കെ. ഇതൊക്കെ എങ്ങനെ? ഇതൊരു വാഷിലൊക്കെ നിൽക്കോ? ഇത് പെട്ടെന്ന് പോകുമോ? ഇത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അത് ഒറിജിനൽ ആണ്, നോട്ട് എ പ്ലാസ്റ്റിക്. ഓൾ കളേഴ്സ് ഉണ്ട്. നല്ല കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് നോക്കിയേ. ലാവെൻഡർ കളേഴ്സ്, ഗോൾഡ് കളേഴ്സ്, ഓൾ പേസ്റ്റൽ ഷെയ്ഡ് ഓൺലി. എല്ലാ കളേഴ്സും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങി പോകേണ്ടി വരത്തില്ല, കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, ഹാങ്ങിങ് ടൈപ്പ് ആണല്ലേ? ഓക്കെ. ഓക്കെ. എല്ലാ സൈസും ഉണ്ട്. ഓക്കെ. ഇത് ചെറിയ സൈസ് ആണ്.
ചെറിയ സൈസ് നല്ല രസം കാണാൻ. ഓക്കെ, ഇത് ചെറിയ സൈസ്. നമ്മളിപ്പോൾ കാണിച്ചത് വലുതാണ്, ഇത് അതിന്റെ കുറച്ചും കൂടെ ചെറിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ. നല്ല രസം. അത് കൂടുതൽ പോണ ബ്ലൗസിന് ഹാങ്ങിങ് ആണ്. ബ്ലൗസിന്റെ ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ ഓൾസ് കളർ നേവി ബ്ലൂസ് ഇഷ്ടം കളേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിച്ചത് ഹാങ്ങിങ് ടൈപ്പ് ആണ്. ഹാൻഡ് ഗ്ലേസ്. ഓക്കെ, ഇതിന്റെ പേര് എന്തായിരുന്നു ബൈ? ഇതിന്റെ പേര് എന്തായിരുന്നു? ഹാൻഡ് ഗ്ലേസ്. എന്താണ്? ഹാൻഡ് മെയ്ഡ്. ഓക്കെ, ഹാൻഡ് മെയ്ഡ് ലേസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഹാൻഡ് മെയ്ഡ് ലേസ് ആണ്. ഓക്കെ, ഇത് ഹാൻഡ് മെയ്ഡ് ടൈപ്പ് ആണ് കേട്ടോ. ഇത് അതിന്റെ തന്നെ നമുക്ക് ഒരുപാട് വേറെ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പിന്നെ 100+ മോഡൽ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? അതേക്കുറിച്ച് പ്രീമിയം ഒരു റേറ്റ് 550 380 ഈ റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അതന്നെ 280 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. 280. ഓക്കെ, ഇതൊക്കെയാണെങ്കിലോ ഇത് അത് ഹാങ്ങിങ് അത് റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്. അതെന്തുകൊണ്ടാ? അത് 300. ഓ 300. 300 rupees ഹാങ്ങിങ് ലേസ് ആണ്. 300 rupees. ഓക്കെ ഓക്കെ. ഇത് വേറെ കളക്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് മാത്രല്ല കേട്ടോ, ഒന്നിന്റെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണെങ്കിലോ ഇതൊക്കെ നമ്മൾ ഡ്രസ്സിൽ പിടിപ്പിക്കുന്നതല്ലേ? അത് 90 മാല ഉള്ളൂ. 90 മാല ഉള്ളൂ. 90. ഇത് എങ്ങനെ ഒരു സെറ്റാ? യെസ്, ഒരു സെറ്റാണ്. പൊട്ടി താഴെ വീഴുന്നുണ്ടോ? എന്താണ് അങ്ങനെ 90 രൂപ ഉള്ളൂ. ഓക്കെ, ഇത് ഒരെണ്ണത്തിന് ഇത് എത്ര സെറ്റിന്? ഈ ഒരു സെറ്റിന് 90 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒരു സെറ്റിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ കാണിച്ചാൽ 10 മാല അങ്ങനെ ഒരെണ്ണത്തിന് ഒരു സെറ്റിന് 90 രൂപയാണ് കേട്ടോ വരുന്നത്. അതാണ് പ്ലാസ്റ്റിക് ഹാങ്ങിങ് ബീഡ്സ്. ഓക്കെ, പ്ലാസ്റ്റിക് ഹാങ്ങിങ് ബീഡ്സ്. ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ? ബീഡ്സ്. അത് 180 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. ഇത് 180 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. പിന്നെ 180 280 380 അതങ്ങനത്തെ ആയിരിക്കും. ഓക്കെ, എനിക്കാണെങ്കിൽ ലേസൊക്കെ കണ്ടിട്ട് കൊതിയാവണം. എന്ത് രസമാണ് കാണാനായിട്ട്. ഇവിടെ വന്നിട്ട് കുറേ ഉണ്ട്. ഇതൊക്കെ ബീഡ്സ് വർക്ക് ആണത്. ഓക്കെ, മേലെ കട്ട് ബീഡ് ആവും, താഴത്ത് ബീഡ്സ് ഉണ്ട്. ബീഡ്സ് വരുന്ന ടൈപ്പ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തന്നോണ്ടിരിക്കണം. എന്ത് രസം എല്ലാം കാണാനായിട്ട്. ഓക്കെ, ഇത് ട്യൂബാണ് കേട്ടോ. 2 ബീഡ്സ് വന്നിട്ട് അതിൽ ഇങ്ങനെ ചെറിയ 2 ബീഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് അതിന്റെ തന്നെ അല്ലേ? എല്ലാം പൊട്ടിക്കണമെന്നില്ല ബൈ, എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കാണിച്ചു തന്നാൽ മതി. അതിന്റെ തന്നെ പല വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സിൽവർ, പിന്നെ ഇത് ഒരു പീച്ച് കളർ, പിന്നെ അതിനുള്ള ലൈറ്റ് ഗോൾഡ് കളർ, അങ്ങനത്തെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് ഈ തുണിക്കടയിലൊക്കെയാണ് ഇങ്ങനത്തെ സാരി ഫോള് കാണുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അത് അവൈലബിൾ ആണ് കേട്ടോ. 10 രൂപ ഉള്ളൂ. 10 രൂപ ഉള്ളൂ. ഓക്കെ, റീറ്റെയിൽ കട മേടിക്കും 25 രൂപയാണ് റീറ്റെയിൽ കടയിൽ വരുന്നത്. ഓക്കെ, 10 രൂപ. ഓക്കെ, എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് സാരി ഫോൾ ആണ് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് റീറ്റെയിൽ കടയിലാണെന്നുണ്ടെങ്കിൽ 25 രൂപീസ് വരുമെന്നാണ് ബായ് പറഞ്ഞത്. നമുക്ക് ഇവിടെ 10 രൂപീസ് ആണ് കേട്ടോ വരുന്നത് സാരി ഫോൾ. 10 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹോൾസെയിൽ കസ്റ്റമർ വേണമെങ്കിൽ മൊത്തം ബൾക്ക് വേണമെങ്കിൽ ബൾക്ക് ഉണ്ട്. ഓൾ കളേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതാണ് വേണം നൂല്. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഗൈസ്. കണ്ട, ഇത് ത്രെഡ്സ്, നമ്മുടെ നൂല് കാര്യങ്ങളൊക്കെ എല്ലാം ഹോൾസെയില്. ഓക്കെ, ഇതാണ് വലിയ നൂല്. അതാണ് വലിയ നൂല്. ഇത് മണ്ടൻ കണക്ക് പോലത്തെ നൂലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് 10 രൂപ ഉള്ളൂ പീസിന്. 10 രൂപ. 800 മീറ്റർ ആണ്. 800 മീറ്റർ കാണുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ പറഞ്ഞ പോലെ തയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വിടത്തില്ല അല്ലേ? പറഞ്ഞു വിടത്തില്ല. എന്നാൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതുണ്ട്, എംബ്രോയിഡറി നൂലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾക്ക് ഇതിനോട് ക്രേസ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഈ പണിയുണ്ട്, എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അത് പീസിന് 8 രൂപയാണ്. കളർ പോകില്ല, സാധനം ഗ്യാരണ്ടി ആണ്. കളർ പോകത്തില്ല കേട്ടോ. ബാക്കി കുറച്ച് കുറേയായിട്ട് വരാനുണ്ട്, പക്ഷെ അതിന് കളർ പോകും. അതിന് കളർ പോകില്ല. നല്ല ക്വാളിറ്റി ഐറ്റം ആണ്. അത് പീസിന് 8 രൂപ ഉള്ളൂ. ബോക്സ് റേറ്റ് ആണ്. അത് ലൂസ് റേറ്റ് 10 രൂപ MRP റേറ്റ് അങ്ങനെ ഉള്ളൂ. ബോക്സ് റേറ്റ് ആണ്. ഓക്കെ, ഓൾ കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ.
എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ഈ ഷോപ്പ്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാവോ, ഇവിടെ ആകെ മൊത്തം കുറേ ലേസും അങ്ങനത്തെ പല വെറൈറ്റീസ് ഉള്ള ലേസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ ഈ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഈച്ച് ആൻഡ് എവറിത്തിങ് അവൈലബിൾ ആണ്. ആണ്, ഇനി ഒരു ഫ്ലോറും കൂടെ ഉണ്ടോ? അപ്പൊ എന്റെ ദൈവം, അപ്പൊ ഇവിടെ തീർന്നിട്ടില്ല ഗൈസ്. ഓക്കെ, ഇത് സ്റ്റോൺസ് അല്ലേ? ചെറിയ സ്റ്റോൺസിന്റെ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വലിയ സ്റ്റോൺസിന്റെ നമുക്ക് അവൈലബിൾ ആണ് ട്ടോ. അത് 180 150 റോൾ ആണ് സ്റ്റാർട്ടിംഗ്. ഓക്കേ, സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് 180. യെസ്. ഓക്കേ, 15 മീറ്റർ 20 മീറ്റർ 50 അങ്ങനത്തെ കാണുന്നു. 100 മീറ്റർ അങ്ങനെ 100 മീറ്റർ ആണ് 100 മീറ്റർ ഉണ്ട്. 680 അത്ര ഉള്ളൂ. 680 അല്ലേ ഇത്? ഓക്കേ, ഈ ഒരു റോളിന് 680 ആണ് ട്ടോ വരുന്നത്. ഓക്കേ, ഇതൊക്കെയാണെങ്കിലോ? അതാണ് വെൽവെറ്റ് ലേസ് ആണ്, ബ്രോഡ് ലേസ് ആണ്, ബ്രോഡ് ലേസ് ആണ്, വെൽവെറ്റ് ലേസ് ആണ്. ഹെവി വർക്ക് വരുന്നതാണ് ട്ടോ ഇതൊക്കെ. ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് 90 rupees ഉള്ളൂ. 90? യെസ്, 90 rupees. ഗയ്സ്, ആകെ 90 രൂപ ഉള്ളൂട്ടോ ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ്. സ്റ്റാർട്ടിംഗ് 90 rupees ആണ്. ഓക്കേ, ഇത് മറ്റേ നമ്മുടെ വെൽവെറ്റ് തുണിയില്ലേ അതിൽ ചെയ്തേക്കുന്നതാണ് ട്ടോ ഇത്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനത്തെ വെൽവെറ്റിന്റെ, ഓക്കെ, വെൽവെറ്റിന്റെ ഒക്കെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് വീതി കുറഞ്ഞതാണ് ട്ടാ. വീതി കൂടിയതും വീതി കുറഞ്ഞതും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. എല്ലാം കാണിച്ചോ, എല്ലാം കാണട്ടെ ഗൈസ്. ഇപ്പൊ നമ്മൾ അടുത്ത ഫ്ലോറിലേക്കാണ് കയറി പോകുന്നത്. അടുത്ത ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് അതാണ് വൈക്കിക്ക് ജീബ് ആണ് മാഡം. ഓക്കെ, അത് ക്വാളിറ്റി കൂടിയാണ്, പ്രീമിയം ജീബ് ഉണ്ട്. നമുക്കതിൽ 3 രൂപ 2 രൂപ ജീബ് ഉണ്ട്, പക്ഷേ അത് പ്രീമിയം. ഒരു പീസിന് 30 രൂപ വരും. ഒരു പീസിന് 30 രൂപ? യെസ്, ഒരു പീസിന് 30 രൂപ. പ്രീമിയം ആയതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. യെസ്, പ്രീമിയം റേറ്റ് ആണ്. അത് ബ്രാൻഡ് ആണ്, വൈക്കിക്ക് ബ്രാൻഡ് ആണ്. ഓക്കെ, അത് ഒരു പീസിന് 30. അങ്ങനെ വേണമെങ്കിൽ 2 രൂപ കയ്യിലുണ്ട്. 2 രൂപ ഒരു ജീബ് ഉണ്ട്. എന്നാല് ക്വാളിറ്റി കുറഞ്ഞതിന് 2 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് 2 rupees. ഓക്കെ, ഇത് വേണമെങ്കിൽ 30 രൂപ ആണ് ഒരു പീസിന്. ഓക്കെ, നമുക്കതിൽ കസ്റ്റമർ 2-3 കസ്റ്റമർ വരും. ഓരോ കടൽ വേണ്ടി പിന്നെ ബോട്ടിക്സ് അങ്ങനത്തെ കസ്റ്റമർ വരും നമുക്ക് അതിൽ. ബോട്ടിക്സ് ആൾ മേടിക്കുന്നത് അതാണ് 30 രൂപ അങ്ങനെ മേടിക്കാറുണ്ട്. അതെ, ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സിപ്പാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അയ്യോ, ഇതാണ് നമ്മുടെ അടുത്ത ഫ്ലോർ ട്ടാ. അടുത്ത ഫ്ലോർ കംപ്ലീറ്റ് ഇതുപോലെ തന്നെയാണ്, കംപ്ലീറ്റ് നിറഞ്ഞിരിക്കണേണ് ഇവിടെ. അടുത്ത നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ബട്ടൺസുകളാണ്. പല വെറൈറ്റീസിലുള്ള ബട്ടൺസുകളാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ്? ഷീറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം ഷീറ്റിൽ. ഓക്കെ, ഒരു ബട്ടൺസ് ഭയങ്കര വിലയില്ല, ഒരു പൈസ മാത്രമേ, ഒരു ചെറിയ പൈസ മാത്രം. ഇതെങ്ങനെയാ റേറ്റ്? അത് വെറും 80 rupees മൊത്തം ഷീറ്റ്. ഇത് മൊത്തം ഷീറ്റ് 80 രൂപയാണ് വരുന്നത്. ബാക്കി കുറഞ്ഞ വേണമെങ്കിൽ കുറഞ്ഞുണ്ട് മേലെ. അത് 50 rupees. ഇത് 50 rupees അല്ലേ? ഓക്കെ, ഇത് 50 rupees. ഓക്കെ, അന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ക്വാളിറ്റി ഉള്ളതാണ്, ക്വാളിറ്റി ഉള്ളതും ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇപ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലുള്ളത് വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളവർക്കും കൂടെ നമുക്കിവിടെ സംഭവങ്ങൾ അവൈലബിൾ ആണെന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അയ്യോ, എടുത്ത് നോക്കിയാൽ പോരെ? ഓക്കെ, അതാണ് വാൽക്കണ്ണാടീസ്. ഭായ് സത്യം പറഞ്ഞിട്ടല്ലോ നല്ല രീതിയിൽ മലയാളം അറിയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നേരം പറഞ്ഞത് ഭായ് ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇതല്ലേ? ഓക്കെ, ഓക്കെ. ഇതൊക്കെ എങ്ങനെ? ഇത് ഷീറ്റ് നമ്മൾ വാങ്ങിക്കുന്നു? ഓക്കെ, ഇതെങ്ങനെ റേറ്റ്? വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പീസായിട്ട് തരും. ചെറുതാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചെറുതാണെങ്കിൽ അവർ തരില്ല. ചെറുതാണെങ്കിൽ തരുമല്ലോ, വലിയ. ഓക്കെ, ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ് സ്റ്റോൺസിൽ ചെയ്തേക്കുന്നതാണ് മയിലിന്റെ. ഓക്കെ, ഇത് വാൽ കണ്ണാടി. ഞാൻ കേൾക്കുന്ന വാൾ കണ്ണാടി. കുഴപ്പമില്ല, എന്തായാലും എല്ലാരേക്കാളും അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് ഭായി. ഒരു കുഴപ്പമില്ല, ഇത്രയും നന്നായിട്ട് പറയുന്ന ആളെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് ബട്ടൺസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബട്ടൺസ് ആണ് കേട്ടോ. ബട്ടൺസ് പല വെറൈറ്റി കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ 700 പീസിന്റെ പാക്കറ്റ് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിൽ 700 ബട്ടൺസ് ഉള്ളതുണ്ട്, പിന്നെ 1000 ബട്ടൺസ് ഉള്ളത് അവൈലബിൾ ആണ്. അങ്ങനെ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇപ്പോൾ? അത് 130 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പാക്കറ്റ്. 700 പീസ്. 700 പീസ്. ഒരു പീസിന് ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പൈസ. ചെറിയ പൈസ. ഇതൊക്കെ അത് വേണം 150 റുപ്പീസ്. 150. യെസ് 800 പീസ്. ആയി നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടൺസ്. ഓക്കെ, അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കൊള്ളാല്ലേ? ഓൾ കളേഴ്സ് ഉണ്ട് പേര്. ഓക്കെ. ഓ ഇതെന്തേത്? ഓൾ ഷെയ്ഡ് ഉണ്ട് മേഡം. അയ്യോ കൊള്ളാട്ടോ, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്. ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഷർട്ടിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ബട്ടൺസ് ഒക്കെ കണ്ടോ. ബട്ടൺസിൽ തന്നെ ഇത്രയും ഡിസൈനൊക്കെ വരുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫീൽഡ് ഇതല്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. അതാണ് ഗുഡ് ബട്ടൺസ്. ഗുഡ് ബട്ടൺസ്. ഓരോ ബട്ടൺസിന് ഓരോരോ പേര്. ഇത് ഗുഡ് ബട്ടൺസ്. യെസ് ഗുഡ്. ഓക്കെ, സോറി ഗുഡ് അല്ല, വുഡ്. വുഡാണ് ട്ടോ. അതാണ് കോക്കനട്ട് ബട്ടൺസ്. കോക്കനട്ടോ? തേങ്ങ ബട്ടൺസ്. തേങ്ങ ബട്ടൺസ്. അത് ഒറിജിനൽ തേങ്ങ ബട്ടൺസ് ആണ്. ഒറിജിനൽ ആണ്. ഒറിജിനലാ? യെസ്. അയ്യോ എന്നെ ഞെട്ടിച്ചു നിങ്ങൾ. നോക്കട്ടെ ഗൈസ്, ഇത് ചിരട്ടയാണ് ഉദ്ദേശിച്ചത്. ചിരട്ട തേങ്ങയില്ലേ, അത് ചിരട്ട കൊണ്ട് നിർമ്മിച്ച ബട്ടൺസ് ആണ് ഇത്. അതാണ് തേങ്ങാ ബട്ടൺസ് എന്ന് പറഞ്ഞത്. ഇത് സൈസ് നമുക്ക് 3-4 സൈസ് കിട്ടും. ചെറുത്, വലുത്, മീഡിയം, ഓൾ സൈസ് ഉണ്ട് കയ്യിൽ. എൻ്റെ അമ്മോ കൊള്ളാട്ടാ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തേങ്ങ വെച്ചിട്ടാണോ ഉണ്ടാക്കണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം അറിഞ്ഞു. അയ്യോ അതാണ് മാഡം ജർദോസി. എന്താണ് ജർദോസി? അരി വർക്ക് ആണ്. അരി വർക്ക്. അത് യൂസ് ആണ്. അരി വർക്ക് യൂസ് ആണ്. അരി വർക്ക് യൂസ് ആണ്. ഓക്കേ, ഇതൊക്കെ എങ്ങനെയാ? അത് ഇപ്പോ 1450 കിലോ റേറ്റ് ആണ്. അത് കിലോ റേറ്റ് ആണല്ലോ. അതിന്റെ തന്നെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ബുട്ടീക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നോട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കൈ വീശി പോകേണ്ട ആവശ്യമില്ല. അതിന് മാത്രം സാധനങ്ങളുണ്ട്. ഇത് 60 രൂപ ഉള്ളൂ. 60 rupees only. ഒരെണ്ണം ഒരു പീസാ? ഒരെണ്ണമായിട്ട് കൊടുക്കുവാ? തരും. ഒരെണ്ണമായിട്ട് തരും. ഓക്കെ ഓക്കെ. അതിന്റെ ഒരുപാട് എല്ലാത്തിന്റെ വൈഡ് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ചെറിയത് ഓക്കെ ഓക്കെ. നമ്മളൊക്കെ ഇത് ആക്ച്വലി ഇല്ലേ, നമ്മൾ നൂലിലിട്ട് അത്രയും സൈസ് ഉള്ളതില്ലേ, അതാണ് നമ്മൾ വാങ്ങിച്ച് ചെയ്തോണ്ടെന്ന് വെച്ചാൽ. പക്ഷെ ഇത്രയും വലുതുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം ഇത് ഒരു പീസായിട്ട് കൊള്ളാലോ. ഇത് ഒരു പീസായിട്ട് തരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ട് എടുക്കേണ്ടി വരില്ല. ഇത് പക്ഷേ ഒരു പീസായിട്ട് തരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ചെറിയ മൾട്ടി കളർ ആണ്. ഒച്ചോടാ എന്തൊരു ക്യൂട്ടായത്. ഇത്രയും ചെറുതൊന്നും ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഒരു പുതുമയായിട്ടാണ് കേട്ടോ തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ആയി കൊള്ളാട്ടോ. ഇത്രയും വലുത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ചെറുത് കണ്ടിട്ടില്ല. അടുത്തത് അതാണ് ക്വാണ്ടിറ്റി കൂടുതലാണ് ഇതിനകത്ത്. ഓക്കേ, വലിയ റേറ്റ് 190 ഉള്ളൂ. 190. യെസ് 190 ഉള്ളൂ. ഇതിനൊക്കെ കുറച്ച് വർത്തായിട്ട് തോന്നി. 190 വർത്താണിത്. യെസ്, ഓൾ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കേ എന്നാ ബൈ. ഇത് ബീഡ്സ് അല്ലേ? അത് അതാണ് പേളാണ്. ബീഡ്സ് അല്ല, പേൾ ആണിത്. എൻ്റെ അമ്മോ, ഓൾ സൈസ് ഉണ്ട് മേലെ. ഓക്കേ, ഇത് എന്താണ് ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള പേൾ അവൈലബിൾ ആണ്. പകുതി ഒട്ടിക്കാൻ വേണ്ടി. ഓക്കേ, ഹാഫ് പേൾ. ഓൾ സൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കേ, ഇത് വെറുതെ ചുമ്മാ വെച്ചിട്ടാണ്. ക്വാണ്ടിറ്റി വേണമെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇത് എങ്ങനെയാണ്? ഇത് ഒരു ഇത്ര സെറ്റ് എത്രയാ? അത് ഒരു സെറ്റ് ആണ് 120 രൂപ. 120 രൂപ? യെസ്. ആയി, ഞാൻ ഇട്ടോട്ടെ. അയ്യോ കൊള്ളാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. ഓൾ സൈസ് ഉണ്ട് ഭയങ്കര. ഓക്കേ, എനിക്ക് ഈ പേള് കാണുമ്പോൾ എനിക്ക് മുത്ത് സൈസ് ആണ് 1 നമ്പർ. ഇത് അതെ, ഇങ്ങനത്തെ മുത്ത് സൈസ് ആണ്. അതിപ്പോ 4 mm ആണ്. ഇങ്ങനത്തെ സ്റ്റാർട്ടിംഗ് സൈസ് 1 നമ്പർ ആണ്. ഇങ്ങനെ 12 സൈസ് നമുക്ക് കയ്യിലുണ്ട് ലാസ്റ്റ്. ഇതിന് വലുതുണ്ട്. ഇതിന്റെ വലുതുണ്ടാ? ഇതിന് വലുതുണ്ട്. അമ്മോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു കടയല്ല ഗൈസ് ഇത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവൈലബിൾ. ഇതാണ് സ്റ്റോൺ ഷീറ്റ്. സ്റ്റോൺ ഷീറ്റ്സ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇതിങ്ങനെ കിള്ളി എടുക്കുന്നതല്ലേ?
അതാണ് സ്റ്റോൺ അയൺ ചെയ്യാനാണ്. അത് ഒട്ടിക്കൊന്നും പറ്റൂല, അത് അയൺ ചെയ്യണം നമുക്ക്. ഏതാണ് അയൺ ചെയ്യുന്നത്? ജസ്റ്റ് നമ്മള് ഡ്രസ്സിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, അതിനുള്ള സംഭവം ഉണ്ട് ഈ ഒരു ഷീറ്റ്. ഇത് നിങ്ങളുടെ ഡ്രസ്സിൽ വെക്കുക, എന്നിട്ട് അയൺ ചെയ്താൽ മതി. ഇത് അതിലേക്ക് ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ഷീറ്റാണത്. ഓക്കെ, അതിൻ്റെ തന്നെ വേറെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിറർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിററും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് പല ഷേപ്പിൽ. ഒരു കിലോ പാക്കറ്റ് നമുക്ക് കിട്ടും. 1 കിലോ പാക്കറ്റ്. പക്ഷേ അത് വലിയ റേറ്റ് ഇല്ല. 140 രൂപ 14 ഗ്രാം കിലോ. 100 ഗ്രാം 14 രൂപ. 100 ഗ്രാം 14 രൂപ അങ്ങനെയാണ്. പക്ഷെ മൊത്തം പാക്കറ്റാണ് മേടിക്കുന്നത്. നമുക്ക് ഒരു 100 ഗ്രാം നോക്കുമ്പോൾ 14 രൂപ മാത്രം. പക്ഷെ നമ്മൾ ഒരു കിലോ പാക്കറ്റാണ് മേടിക്കുന്നത്. പക്ഷെ റീറ്റെയിൽ കട മേടിക്കുമ്പോൾ 90 രൂപ 100 രൂപ 120 രൂപ മേടിക്കും ഒരു 100 ഗ്രാമിന്. അവിടെ 140 രൂപ ഒരു കിലോ പാക്കറ്റാണ്. ഓൾ ഷേപ്പ് ഉണ്ട്, എല്ലാ ഷേപ്പും ഉണ്ട്. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. എല്ലാ ഷേപ്പും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഏതാണ് ബൈ നമുക്ക് കാണിച്ചത്? ഓക്കെ, നമ്മൾ അടുത്തത് കാണിച്ചിരുന്നത് ബീഡ്സ് ആണ്. ഓക്കെ, ഇത് ട്യൂബ് ആണോ? അത് ഓക്കെ, ഇത് 2 ബീഡ്സ് ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ, പാക്കറ്റ് വലിയ റേറ്റ് അല്ല. 1/2 കിലോ പാക്കറ്റ് ആണ്. ഇത് എത്രയാ? 60 രൂപ. 60 രൂപ 1/2 കിലോ പാക്കറ്റ് 60 രൂപ. ഓക്കെ, ഓൾ ഷെയ്ഡ് എല്ലാ കളേഴ്സിന്റെ അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മൾ കാണിച്ചത് ട്യൂബ് ആണ്. ഇതിന്റെ തന്നെ നമുക്ക് റൗണ്ട് ഉണ്ടാവോ? അതും കൂടെ ഒന്ന് കാണിച്ചോട്ടാ. അതാണ് റൗണ്ട്. സെയിം റേറ്റ് ആണ്. 60 രൂപ. 60 രൂപ അല്ലേ? 1/2 കിലോ. ഓക്കെ, ഓൾ മൾട്ടി ഷെയ്ഡ്, പെൻസിൽ ഷെയ്ഡ്, ലൈറ്റ് ഡാർക്ക് ഓൾ ഷെയ്ഡ് കിട്ടും. ഓക്കെ, ഇത് കൊള്ളാട്ടാ, നല്ല കളർ. എൻ്റെ അമ്മോ, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റീസെൻ്റ്ലി ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ എംബ്രോയ്ഡറി ബീഡ്സ് വർക്കിനോടൊക്കെ ഭയങ്കര കുറച്ച് പ്രാന്ത് കൂടുതലുള്ളതാണ്. അതാണ് ഈ കടയിലോട്ട് ഞാൻ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ചെറിയ സൈസ് ആണ്. ചെറിയ സൈസ് നമുക്ക് കയ്യിലുണ്ട്. ഓക്കെ, ചെറിയ സൈസ്. ചെറിയ സൈസ്. ഈ കട്ബീന് എല്ലാം ഇഷ്ടംപോലെ സൈസ് ഉണ്ട്. സൈസ് ഉണ്ട്. യെസ്, മീഡിയം സൈസ്, ബിഗ് സൈസ്, സ്മോൾ സൈസ് എല്ലാം കിട്ടും. ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ തന്നെ പല വെറൈറ്റി കളേഴ്സ്. ഞാൻ ഇതുവരെ കാണാത്ത കളറൊക്കെ ഇത് കണ്ടില്ലേ? സ്റ്റാൻഡേർഡ് കളറാണ്. സ്റ്റാൻഡേർഡ് കളറാണ്. ഓക്കെ, കുറച്ച് റേറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോട്ടിംഗ് പോകുമോ? ഇല്ല, കുറച്ച് ക്വാളിറ്റി കൂടിയാണ്. ക്വാളിറ്റി കൂടിയതാണ്. ഓക്കെ, ഇത് എത്രയാണ്? അത് 550 പാക്കറ്റാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. ഓക്കെ, ഇത് ഹാഫ് കെ ജി അല്ലേ? ഹാഫ് കെ ജി. ഞാൻ പറഞ്ഞ 60 രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. ഓക്കെ, 400. അങ്ങനെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ ഓക്കെ. എപ്പോഴും നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സൈസിന് രണ്ട് ക്വാളിറ്റി ആണ്. ഒരു കുറഞ്ഞത് ഒരു കൂടിയത്. ചെറിയ സൈസിന് 2 ക്വാളിറ്റി ഉണ്ട്. ഒരു കൂടിയത് ഒരു കുറഞ്ഞത്. ഓക്കെ, രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ആണ്. ഇത് ക്വാളിറ്റി കൂടിയത്. യെസ്, ക്വാളിറ്റി കുറഞ്ഞത്, ഇത് ക്വാളിറ്റി കൂടിയത്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഈ കളറൊക്കെ നോക്കിയൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് തയ്പ്പിക്കാനൊക്കെ തോന്നുക. പിന്നെ അതിന്റെ കുറച്ചും കൂടെ സൈസ് കൂടിയതല്ലേ ഇത്? സൈസ് കൂടിയത്. ട്യൂബിന്റെ തന്നെ കുറച്ചും കൂടെ സൈസ് കൂടിയതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് എങ്ങനെ? ഇത് ക്വാളിറ്റി കൂടിയാണെങ്കിൽ ക്വാളിറ്റി കൂടിയാണ്. ഓക്കെ, 280 അങ്ങനത്തെ. ഓക്കെ ഓക്കെ, എല്ലാ കളേഴ്സും. അതാണ് റെഗുലർ ഷെയ്ഡ് കട്ട് ബീഡ് ആണ്. അത് റെഗുലർ ഷെയ്ഡ് ആണ്. അത് ഇന്ത്യൻ പോണുണ്ട്. റെഗുലർ പോണാണ്. ആയി കൊള്ളാം. അതിൻ്റെ തന്നെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിങ് 120. 120. Yes, 80 rupees, 90 rupees. സ്റ്റാർട്ടിങ്. സ്മോൾ സൈസ് ആണെങ്കിൽ നമുക്ക് സ്മോൾ സൈസ്. കൊള്ളാം. ഇത് മൾട്ടി കളറാണ്. മൾട്ടി കളറാണിത്. ഓക്കെ. സീക്വൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പാക്കറ്റിൽ കിട്ടുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. അറിയില്ലാത്തവരെ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയൂ കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ബൈ റേറ്റ് തന്നെ? 100 ഗ്രാം വേണമെങ്കിൽ 100 ഗ്രാം ആക്കി തരാം. 100 ആക്കി തരും. 100 ഗ്രാം വേണമെങ്കിൽ തൂക്കി തരാം. സീക്വൻസ് എല്ലാം തൂക്കി തരും. ഓക്കെ. അത് സീക്വൻസ് 80 rupees സ്റ്റാർട്ടിംഗ് ആണ്. 100 ഗ്രാം എത്രയാണ്? 80 rupees. 80 rupees, 70 rupees, 75, then 120. അങ്ങനെ ക്വാളിറ്റി ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടും. ഓക്കെ. ഇതിലും ക്വാളിറ്റിയുടെ ക്വാളിറ്റി മിക്സ് ഉണ്ട്. കസ്റ്റമറിന് ഫസ്റ്റ് ആയിട്ട് പറയും ക്വാളിറ്റി കൂടിയാണ്, ക്വാളിറ്റി കുറഞ്ഞാണ്. അത് നമ്മൾ ആദ്യമേ പറയും കസ്റ്റമറോട്. ഓക്കെ. ഇവിടെ വരുമ്പോഴത്തേക്കും കസ്റ്റമറോട് ഇവർ ചോദിക്കുന്നു ക്വാളിറ്റി കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അതിൽ കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ കൂടിയത് കൊടുക്കും, കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് കൊടുക്കും. അപ്പം എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞതിനാകുമ്പോഴത്തേക്ക് റേറ്റ് കുറവായിരിക്കും, കൂടിയതിനാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയും കൂടുതലായിരിക്കും, പ്രൈസും കൂടുതലായിരിക്കും. ഓക്കെ. അതാണ് എംബ്രോയിഡറി മുത്താണ്. ഓക്കെ.
ഓൾ ഷെയ്ഡ് ആണ് കയ്യിൽ. ഓൾസ് കളേഴ്സ് ഉണ്ട്. അത് ഒരു കെട്ട് 75 ഉള്ളൂ. ഇത് ഈ ഇത്ര ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ടിന് 75 രൂപീസ്. 75 രൂപീസ്. ഓക്കേ. അത് ഒരു കെട്ട് 75 ഉള്ളൂ. ഇത് ഈ ഇത്ര ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ടിന് 75 രൂപീസ്. ഓക്കേ. ഇവിടെ നമുക്ക് ലേസ് ഒക്കെ ഉണ്ടല്ലേ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 40 രൂപ ലേസ്. അത് 18 മീറ്റർ 45 രൂപ. 45 50 80 രൂപ ഈ റേഞ്ച് ആണ്. ഇതല്ല 45 80 ആ ഒരു റേഞ്ച് അല്ലേ? 90 രൂപീസ് 80 രൂപീസ് ഈ റേഞ്ച് ആണ്. ഓക്കേ ഗയ്സ്, ഈ ഇരിക്കുന്നതൊക്കെ 45 75 ആ ഒരു റേഞ്ച്. എന്നാൽ കുറച്ചും കൂടെ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള ലേസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. ഇത് കണ്ടോ, അതിന്റെ തന്നെ പല വെറൈറ്റി കളേഴ്സും സൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണിത്. ഗോൾഡ് കളേഴ്സ് അങ്ങനത്തെ സ്റ്റോൺസ്. ഇതൊക്കെ എങ്ങനെയാ? ആ ഒരു റേഞ്ച് തന്നെയാണ്. ഈ റേഞ്ച് 90 120 ഈ റേഞ്ച് ആണ്. ലാസ്റ്റ് 140 ലാസ്റ്റ് ആണ്. 140 പുറത്തൊന്നുമില്ല. ഓക്കേ, 140 അല്ലെങ്കിൽ 140യുടെ താഴെ ഇരിക്കുന്ന ലേസ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാണിച്ചിട്ട് ഈ ബീഡ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വരുമോ? ചെറിയ ബീഡ്സ് ആണെങ്കിൽ ഇതാണ് 120 അത്രേ ഉള്ളൂ. ബീഡ്സ് വിത്തൗട്ട് 60 രൂപ. ഓക്കെ ഓക്കെ. ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റേറ്റിൽ തന്നെ ഉണ്ടാവും. എന്നാൽ 140ക്ക് മേലെ പോവില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഇത്ര റേറ്റ് കുറഞ്ഞിട്ടുള്ള ലേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ടോ ബൈ? യെസ് ഉണ്ട്. ഓക്കേ. അത് ബൻസ് ആണ്, ഒരു മാല പോലത്തെ ആണ്. മാല പോലത്തെ. അതിന്റെ പാക്കറ്റ് ആണ് ഇപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1/2 കിലോ ആണ് 130 ഉള്ളൂ സ്റ്റാർട്ടിംഗ് റേറ്റ്. 130 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അതിന്റെ തന്നെ സൈസ് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നമുക്ക്. ഹോൾസെയിൽ. ഓക്കേ. ഇതൊക്കെ ഈ ഒരു റേഞ്ച് തന്നെയാണ്. യെസ്. കൊള്ളാം. ഇതൊക്കെ എങ്ങനെ നമ്മൾ നേരത്തെ താഴെ കാണിച്ചത്? അതും കാണിച്ചത് ബൾക്കാണ് വെച്ചിട്ട്. ബൾക്കായിട്ട്. ഓക്കേ. ഇതിന് ബൾക്ക് ആണെങ്കിൽ ഇന്ത്യ ഉണ്ട്. ഗോൾഡൻ നമുക്ക് അതിൽ ബൾക്ക് ഉണ്ട്. ഓക്കേ. ഇത് ഹാഫ് പേൽ ആണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. അത് മാല പോലെ തന്നെ ആയിരുന്നു. അതിന്റെ പാക്കറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഈ റേഞ്ച് ആണ് 130 180 150 1/2 കിലോ പാക്കറ്റ് ആണ്. 1/2 കിലോ പാക്കറ്റ്. ഓക്കേ. അതാണ് ഹോൾ ഇല്ലാത്ത മെഷീനെ പിടിപ്പിക്കാൻ മുത്താണ്. എന്താണ് മെഷീനെ പിടിപ്പിക്കാൻ? മെഷീനോ? ഈ ഹോൾ വിത്തൗട്ട് ഹോൾ ആണ്. വിത്തൗട്ട് ഹോൾ. ഓക്കേ ഓക്കേ ഓക്കേ. ചെറിയ മെഷീൻ ഉണ്ടാവും. ചെറിയ ഇത് തയ്ക്കൊന്നും വേണ്ട, തയ്ക്കുന്ന ആവശ്യമില്ല. ജസ്റ്റ് മെഷീൻ പ്രസ് ചെയ്യാൻ പിടിച്ചാൽ മതി. ഒട്ടിക്കൊന്നും ആവശ്യമില്ല. ബായിക്ക് എല്ലാം അറിയാട്ടാ. സെറ്റ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു ബീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഡ്രസ്സിലൊക്കെ. റെഡിമെയ്ഡ് തുണി മേടിക്കുന്ന സത്യം അത് തന്നെ. റെഡിമെയ്ഡ് തുണി ഡ്രസ്സിലാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ. അത്ര മൂവിംഗ് ഇല്ല മിറർലെസ്. ഇപ്പൊ അത്ര മൂവിംഗ് ഇല്ല അല്ലേ? ഓക്കെ. ഇത് പഴയ ട്രെൻഡ് ആണ്. ഇതൊക്കെ കുറേ വർഷങ്ങളായി ഒരു ഇതൊക്കെ ഇറങ്ങിയിട്ട്. പുതിയ പുതിയ വെറൈറ്റീസ് വന്നതും. അതെ അതെ, പുതിയ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ വന്നത് കൊണ്ടിട്ട് അതിന് മൂവിംഗ് കുറവാന്ന് പറഞ്ഞേട്ടോ. ഒരു വീക്കിന് പുതിയ പുതിയ വെറൈറ്റീസ് മാറും. ഒറ്റ വെറൈറ്റി നിൽക്കില്ല, ഡിഫറെന്റ്. അതെ അതെ അതെ, സത്യം. ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് വ്യത്യാസം വരും. പിന്നെ ഇതാണ് കസവിന്റെ അല്ലേ? അതാണ് കസവ്. ഓക്കെ. ഈ 280 16 മീറ്റർ കാണും. 16 മീറ്റർ 16 25 ഈ റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ. 250 150 90 രൂപീസ് 75 ഈ റേഞ്ച് ആണെന്ന് പറഞ്ഞത്. ഓക്കെ. അതിന്റെ തന്നെ പല കളേഴ്സും സൈസിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത നമ്മൾ കാണിക്കുന്നത് ത്രെഡ് ആണിത്. സിൽക്ക് ത്രെഡ് അല്ലേ? സിൽക്ക് ത്രെഡ് ആണ്. അത് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടാവും അതിൽ. അത് മൊത്തം കളേഴ്സ് ആണ്. അത് എന്താണിത്? ഇങ്ങോട്ടുണ്ടോ? അതുണ്ട്. അതാണ് സിൽക്ക് ത്രെഡ്. ഓൾസ് കളർ ഉണ്ട്. ഓക്കേ. ഇതെല്ലാം ത്രെഡ്സ് ആണല്ലേ ഇരിക്കുന്നത്? ഓക്കേ. ഓൾ ത്രെഡ്സ് ആണ്. ഓക്കേ. അതിന്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് അതിൽ. 750 750ഓളം കളേഴ്സ് ഉള്ള ത്രെഡ്സ് ആണ് ട്ടോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന. കംപ്ലീറ്റ് ഇത് ത്രെഡ്സ് ആണ് ഈ ഇരിക്കുന്നത് മൊത്തോട്ടാ. കൊള്ളാം. ഇത് നമ്മളെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്നത്. ഇതാണ് സാറ്റൻ ഫ്ലവേഴ്സ്. സാറ്റൻ ഫ്ലവേഴ്സ്. സാറ്റൻ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ പേര് അത് ക്രാഫ്റ്റ് ആണ് മേഡം. ക്രാഫ്റ്റ് ആണ്. ഓക്കേ ഓക്കേ. ക്രൗൺ ആണ് ഉണ്ടാക്കുന്നതാണ്. അത് 100 രൂപ പാക്കറ്റ് ആണ്. 100 രൂപ 90 രൂപ. ഇത് 100 രൂപ അല്ലേ? 100 രൂപ 12 ഒരു ഡസൺ ആയിട്ടാണ്. ഓക്കേ. ഇത് നമ്മളുടെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്നതാണ്. സാറ്റൻ ഫ്ലവേഴ്സ് കണ്ടല്ലോ. അതിന്റെ തന്നെ പല വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സൈസ് ലേബൽ നാടാണ്. അണ്ടർസ്കർട്ട് വല്ലിയാണ്. ഓക്കേ. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഒരു ഫ്ലോർ ഉണ്ട്. ഇനി ഒരു ഫ്ലോറാ? എവിടെ? ഇത് കാണിച്ചുതരാം. ഇത് തീർന്നിട്ടില്ല. ഈ ഫ്ലോർ ഹൈഡൻ ആണ്. ഈ ഫ്ലോർ ഹൈഡൻ ആണ്. ഇത് ഹൈഡൻ ആണ്. ഹൈഡൻ ആണ്. ഓക്കേ ഓക്കേ. ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇത് എന്താണത്? അതാണ് ലേസ് ഓഫ് വെറൈറ്റീസ്. ലേസ് ഓഫ് വെറൈറ്റീസ്. അമ്പോ
അതാണ് നമ്മൾ ബൾക്കാണ് ബൾക്കാണത്. ഇത് ബൾക്കാണ്. യെസ്, കസ്റ്റമർ കുറച്ച് ബൾക്ക് വേണമെങ്കിൽ അവിടുന്ന് തേർഡ് ഫ്ലോർ വന്നാൽ മതി. ഓ, കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അത് 3ാമത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ ഈ ഒരു ലേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ബൾക്കായിട്ട് എടുക്കാൻ പറ്റിയത്. അതിൻ്റെ തന്നെ പല വെറൈറ്റിയും പല കളേഴ്സും അവൈലബിൾ ആണ്. ഇനി ഉണ്ട് ഇങ്ങോട്ട്. ഇത് തീർന്നില്ല. ഇത് സാരി ഫോൾ ആണോ ഇരിക്കുന്നത്? അതാണ് സാരി ഫോൾസ്. ബൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ. എൻ്റെ അമ്മോ, അതാണ് ലൈനിങ്. ലൈനിങ്. തുണി. നിങ്ങൾ തുണിക്കടയുണ്ടോ? എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളാണ് രാജസ്ഥാനി ഓൾ മൾട്ടിയാണ്. മൾട്ടിയാണ്. എന്റെ അമ്മോ, അത് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പാക്കിംഗ് കവർ ഉണ്ട്, പാക്കിംഗ് കവർ, സാരി ഫോൾ, ലൈനിങ്, ഓൾ ഐറ്റം ഉണ്ട്. എന്റെ അമ്മോ, കവർ കട പോകണ്ട, അവിടെ പറഞ്ഞാൽ മതി. ഇവിടെ വന്നാൽ മതി. ഇതുണ്ടല്ലോ ഗൈസ്, നമ്മളില്ല പുറത്തുനിന്ന്, ആക്ച്വലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാവേ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നോർമലി കുറെ ലേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് നമ്മൾ അങ്ങനെ കരുതത്തുള്ളൂ. പക്ഷേ ഇതിന്റെ അകത്തോട്ട് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഇതിന്റെ അകത്തിരിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് എല്ലാ സാധനങ്ങളും എന്നാൽ ലൈനിങ്, സാരി ഫോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തുണിക്കടയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അത് ഇങ്ങനെയുള്ള ഷോപ്പിൽ കിട്ടുമെന്ന് എൻ്റെ അറിവിൽ എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു നോർമൽ ഒരു ലേസ് കിട്ടുന്ന ഒരു ഷോപ്പായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് നമുക്കിത് മനസ്സിലാവുള്ളത്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ ഈ ഡ്രസ്സൊക്കെ, ഗൗണും കാര്യങ്ങളും, സാരികളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഈ ബ്രൈഡൽസ് ഒക്കെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലമാരിയിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ തൂക്കിയിടത്തില്ല. ആ ഒരു കവറാണ്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത്? ബൾക്കായിട്ട് എടുക്കണോ? ഒരു പീസ് ആയിട്ട് വരും. ഓക്കെ, എങ്ങനെ ഇതിന്റെ റേറ്റ്? 180. ഓ, 150 രൂപ ഉള്ളൂ കേട്ടോ ഈ ഒരു ഗൗണിന്റെ കവറിന്. കൊള്ളാം. ലൈനിങ്സ് ഓൾ കളർ ഉണ്ട്. ഓക്കെ, എല്ലാ കളേഴ്സും ഉണ്ട്. ലൈനിങ്. ഓക്കെ, എന്നാൽ വേറൊരു ഷോപ്പിലില്ലാത്ത കളേഴ്സ് ഇവിടെ ഉണ്ടാവും ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. 750ഓളം കളേഴ്സിലുള്ള ലൈനിങ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേറെ സ്റ്റോക്സ് ഉണ്ട്. ഓ, വായന സമ്മതിക്കണം. ഡെയിലി 3 നിലയൊക്കെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എൻ്റെ അമ്മോ, കൊള്ളാട്ടോ. എല്ലാം എന്താ പറയാ, എല്ലാം ഒന്നിനൊന്നും വെച്ചം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ ഞെട്ടിച്ചു. ഒറ്റ മോഡൽ ലേസ് ആണെങ്കിൽ നമുക്ക് 100 പീസ് റോൾ ആയിട്ട് കിട്ടും. ഒറ്റ മോഡൽ ആണെങ്കിൽ 100 പീസ് റോൾ ആയിട്ട് കിട്ടും. ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് കയ്യിൽ കിട്ടും. സീസർ ആണെങ്കിൽ ഇത്ര സീസർ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. അത്ര സൂചി ആണെങ്കിൽ അത്ര കയ്യിലും സൂചി ഉണ്ട്. ക്വാണ്ടിറ്റി പറഞ്ഞാൽ മതി. അത്ര ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അത് ഓൺലി കട ആണ്. ഗോഡൗൺ നമുക്ക് വേറെ ഉണ്ട്. ഇത് നിങ്ങളുടെ കട? ഇത് കൂടെ ഗോഡൗൺ വേറെ ഉണ്ട്? ഗോഡൗൺ വേറെ ഉണ്ട്. ഓ, എന്റെ അമ്മേ, ഓൺലി ഷോപ്പാണ്. ആകെ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ എറണാകുളത്ത്? ഓക്കെ, രാജസ്ഥാനിലുണ്ടോ? രാജസ്ഥാനിൽ ഇഷ്ടംപോലെ ഉണ്ട്. ആണോ? ഓക്കെ ഗൈസ്, കേരളത്തില് ഇവിടെ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. എറണാകുളം ബ്രോഡ്വേയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജസ്ഥാനില് നിങ്ങൾക്ക് വേറെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാജസ്ഥാനിൽ ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇത് സെയിം നെയിം തന്നെയാണോ? കൃഷ്ണ? ഡിഫറെന്റ് നെയിംസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാം. എന്റെ ദൈവമേ, ഇവരെ സമ്മതിക്കണോട്ടെ. കാരണം ഇതിപ്പോ നമ്മൾ 3ാമത്തെ നിലയാണ് നിൽക്കുന്നത്. ഇനി ഒരു ഫ്ലോറും കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് അതും കൂടെ നോക്കാം. എവിടെയാണ് ആ നില? എവിടെയാണ്? ടോപ്പ് ഫ്ലോർ ആണേ. ഓക്കെ, ഇവിടെ എന്താണ് ഇത് കൂടുതൽ? ഇവിടെ ബൾക്കാണ്. ഓക്കെ, കസ്റ്റമർ നോക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ഒറ്റ കവറിൽ നമ്മൾ നേരത്തെ കുറെയൊക്കെ 1 പീസ് ആയിട്ട് കണ്ടില്ലായിരുന്നോ? അതിന്റെ തന്നെ ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കവറേപ്പാടി കിട്ടുന്നതാണ്. കണ്ടോ, അതാണ് ജിബ്. ഇത് ഓക്കെ, ജിബ്. ഓക്കെ, ഇത് സിബ് നമ്മൾ നേരത്തെ അവിടെ താഴത്ത് കണ്ടായിരുന്നു. അതിന്റെ തന്നെ പാക്കറ്റ് ബൾക്കായിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് സ്റ്റിഫ് നെറ്റ്. അതെന്തുവാ? ഗൗണിന്റെ അടിയിൽ വെക്കണം. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഗൗണിന്റെ അടിയിൽ വെക്കുന്നതാണ് കേട്ടോ ഇത്. കളേഴ്സ് ബ്ലാക്ക്, ക്രീം, അങ്ങനത്തെ കളേഴ്സ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. മോഡൽസ് ആണെങ്കിൽ ഡിഫറെന്റ് മോഡൽ 2-3 മോഡൽസ് ഉണ്ട്. കട്ടി കൂടി, കട്ടി കുറഞ്ഞ, വെൽത്ത് ഹോൾ വേണമെങ്കിൽ വെൽത്ത് ഹോൾ ഉണ്ട്. 2-3 ക്വാളിറ്റി ആയിട്ട് വേണം. ഓക്കെ, അതാണ് ക്യാൻവാസ്, കോദർ ക്യാൻവാസ് ആണ്. ലൈക്ക് കോദർ ഫ്യൂസിങ് അങ്ങനത്തെ ആണ്. പേസ്റ്റിംഗ് ആണ്. ഓക്കെ, ബാൻഡ് റോൾ അങ്ങനത്തെ ഇഷ്ടംപോലെ കയ്യിലുണ്ട്. ബ്ലാക്ക് അങ്ങനത്തെ. ഇതെല്ലാം നൂലാണല്ലേ? അത് നേരത്തെ താഴത്തെ നൂൽ കാണിച്ചില്ലേ? അതിന്റെ ബൾക്കായിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ഇലാസ്റ്റിക്. ഓക്കെ,
ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിൽ ക്ലോത്ത് ബസാർ റോഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നമ്മുടെ രാധാകൃഷ്ണയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പം ഞാൻ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.